ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അടുത്തു നിന്ന് ഹീലിംഗ് സെഷൻ എടുത്തിട്ടുള്ള ഒരാളുടെ ഒരു അനുഭവമാണ്. അത് മുമ്പോട്ട് അവരുടെ വോയിസിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അവരുടെ പേര് ഹസ്നത്ത് എന്നാണ്. അപ്പോൾ ഹസ്നത്തിന് ഞാൻ ഒരു 3 ഹീലിംഗ് സെഷൻസ് എടുത്തിട്ടുണ്ട്. ഇതല്ലാതെ ഇന്നർ വർക്ക് വർക്ക്ഷോപ്സിലൊക്കെയും ഹസ്നത്ത് പങ്കെടുക്കാറുണ്ട്. അതൊക്കെയും അങ്ങനെ ഒരു കോണ്ടാക്റ്റിൽ ഉള്ള ഒരു സോളാണ്. ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ഒരാളാണ്. പിന്നെ വന്നിട്ട് ഈ ഒരു വീഡിയോ എന്തുകൊണ്ടാണ് റെക്കോർഡ് ചെയ്തിടുന്നതെന്ന് പറഞ്ഞാൽ, അപ്പം ഈ ഒരു സെഷനൊക്കെ കഴിഞ്ഞപ്പം, രണ്ടാമത്തെ സെഷൻ കഴിഞ്ഞപ്പോൾ ഹസ്നത്ത് എന്നോട് ചോദിച്ചു, മാം എനിക്ക് ഒരു റിവ്യൂ ഇടണമെന്നുണ്ട്, എനിക്ക് എവിടെയാണ് ഞാൻ പറയേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ കമൻറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്തോ എനിക്കപ്പോൾ തോന്നിയ ഒരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓഡിയോ ആയിട്ട് തരാൻ പറ്റുമെങ്കിൽ പ്രശ്നമില്ലെങ്കിൽ തരിക എന്ന് ഞാൻ ഹസ്നത്തിനോട് പറഞ്ഞു. കാരണം ഫ്രീ മെഡിറ്റേഷൻസ് ആണെങ്കിലും ഇന്നർ വർക്കിൻ്റെ സെഷൻസൊക്കെ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു ഹീലിംഗ് ആണെങ്കിലും ഇൻഡിവിജ്വൽ ഹീലിംഗ് അല്ലാതെ ഗ്രൂപ്പായിട്ടുള്ള ഹീലിംഗ് സെഷൻസിലൊക്കെയും അത് കഴിയുമ്പം അതിലൂടെ, അതായത് ആ എക്സ്പീരിയൻസിലൂടെ കടന്നു പോയവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യുക. അത് നിങ്ങളുടെ സജഷൻസ് ആണെങ്കിലും ഫീഡ്ബാക്ക് ആണെങ്കിലും പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. ഇൻഡിവിജ്വലായിട്ട് ഒരു തരത്തിലുള്ള ഫീഡ്ബാക്കും എനിക്ക് അയക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് തന്നെയാണ്. കാരണം എന്തുണ്ടെങ്കിലും ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് സോഷ്യൽ മീഡിയ ത്രൂ ആണല്ലോ കോണ്ടാക്റ്റ്, അതങ്ങനെ ഇരുന്നോട്ടെ എന്നുള്ള വേല. അപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ എന്തുകൊണ്ടാണ് ഇടുന്നതെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. ആദ്യത്തെ കാര്യം, നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു ഇന്നർ വർക്കിൻ്റെ ഷെഡ്യൂൾ ഇടുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇത് ഞങ്ങൾ ചെയ്യുന്നതല്ലേ എന്തിനാ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഡൗട്ടിൻ്റെ എനർജിയിലൊന്നും ഇല്ലാത്തവർ മാത്രമേ ഒരു ക്ലാസ്സിലേക്ക്, എല്ലാം ഡിവൈൻലി ഗൈഡഡ് ആണല്ലോ, ആ ഒരു ക്ലാസ്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാറുള്ളൂ ഞാൻ. അതായത് അങ്ങനെ ഒരു ഡൗട്ടിൻ്റെ എനർജിയോട് വരുന്നവരോട് ശരി ഒന്ന് ആലോചിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പോസ് എനർജിയിലേക്ക് ഹോൾഡിൽ വെക്കുകയാണ് ചെയ്യുന്നത് ഞാൻ. രണ്ടാമത്തേത്, കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഗൈഡൻസ്, ഈ ഒരു ജേർണിയിൽ ഗൈഡൻസ് എടുക്കണോ എന്ന്. പലപ്പോഴും നമ്മൾ ലൈവിലും കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇതല്ലേ. അപ്പോൾ ഈ ജേർണി എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലെ ലൈറ്റിനെ കണ്ടെത്താനുള്ള ജേർണിയാണ്. അപ്പോൾ ആദ്യം അന്ധകാരത്തിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലെ ലൈറ്റിനെ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ടോർച്ചിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ടോർച്ചാണ്, അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾക്കുള്ള ആ ഒരു കൈപിടിച്ച് നടത്താൻ കുറച്ച് ദൂരം വരെ മാത്രം, അത് പെർമനൻ്റ്ലി അല്ല, കുറച്ച് ദൂരം വരെ മാത്രം കൈപിടിച്ച് നടത്താനായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോസ് ആണെങ്കിലും. ഇൻഡിവിജ്വലായിട്ട് ഒരു ഗൈഡൻസ് ആരുടെങ്കിലും അടുത്ത്, എൻ്റെ അടുത്ത് നല്ല പറയുന്നത് ഏതെങ്കിലും ഒരു ഹീലറിൻ്റെ അടുത്ത് എടുക്കുക. അല്ലെങ്കിൽ ഒരു നമ്മൾ പലപ്പോഴും ഈ ജേർണിയിൽ ഒത്തിരി ഡൗട്ടുള്ള ഒരു ജേർണിയാണ്, ലൂപ്പിൽ നിൽക്കുന്ന പോലെ, നമ്മൾ സ്ട്രക്കായ പോലൊക്കെ തോന്നുന്ന ഒരു ജേർണിയാണ്. അപ്പോഴൊക്കെയും ഒരു ചെറിയൊരു സെഷൻ ആരുടെയെങ്കിലും അടുത്ത്, നിങ്ങൾക്ക് സോൾ കണക്ഷൻ തോന്നുന്ന ആളുടെ അടുത്ത് എടുക്കുന്നത് വളരെ നല്ലതാണ്. അത് ഒന്നുകൂടെ പറയാനായിട്ടാണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഉള്ള കാര്യമാണ്, അതൊന്ന് പറയാനായിട്ടാണ്. അടുത്തതായിട്ട്, ഹീലിംഗ് നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട് അല്ലേ. ഒരു ഹീലറും 100% നിങ്ങളെ ഹീൽ ചെയ്യുന്നില്ല, അത് മനസ്സിലാക്കുക. ഒരു ഹീലറിൻ്റെ അടുത്ത് നിങ്ങളൊരു ഹീലിംഗ് സെഷൻ എടുക്കുമ്പോൾ മേ ബി അതൊരു 1 മണിക്കൂറായിരിക്കും, 2 മണിക്കൂറായിരിക്കും. ആ ഒരു സെഷനിൽ നിങ്ങളുടെ കോർ വൂണ്ടിലേക്ക് കണക്ട് ചെയ്താണ് തരുന്നത്. അതായത് അവരുടെ ആ ഒരു അനുഭവം കൊണ്ട്, അവരുടെ ആ ഒരു ആ ഒരു ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും അവിടെ സറണ്ടർ ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കോർ വൂണ്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ വൂണ്ട് നമ്മളുടെ ക്ലിയർ ചെയ്യുകയും അതിൻ്റെ കൂടെ കിടക്കുന്ന കുറേ വൂണ്ട്സ് നമുക്ക് സർഫേസിൽ വരികയും ചെയ്യും. ഇത് തന്നെത്താനെ നമ്മൾ തന്നെയാണ് ഹീൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പിന്നെയും ഒരു ടോർച്ച് പോലെയാണ് ഹീലർ ഹെൽപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങളെ ഗൈഡ് ചെയ്ത് 1-2 വൂണ്ട്സ് ഹീൽ ചെയ്ത് തരും. പിന്നെ വന്നിട്ട് ഇതിൽ മുമ്പോട്ട് കേൾക്കുമ്പോൾ ഹസ്നത്തിൻ്റെ വോയിസിൽ കേൾക്കാം, ഹസ്നത്ത് തൻ്റെ അനുഭവം പറയുന്നുണ്ട്. അതായത് ഇങ്ങനെയൊരു ഞാൻ ബോഡിയിൽ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ അത് കഴിഞ്ഞ് മാം എന്നെ കാണിച്ചു തന്നു എന്നും മറ്റും പറയുന്നുണ്ട് മെഡിറ്റേഷനിൽ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുഞ്ഞു ഹസ്നത്ത്, അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വോയിസ് എന്താ ഞാൻ പറയുന്നതെന്ന്. ആ ഒരു കുഞ്ഞു ഹസ്നത്ത് ആ ക്ലാസ്സിൽ നിന്ന് പോകുമ്പോഴത്തേക്ക്, എഴുന്നേറ്റ് പോകുമ്പോൾ ഓൾറെഡി ഒരു ഒറ്റ പ്രാവശ്യം ബോഡിയിൽ നോക്കിയിരുന്നു. സബ് കോൺഷ്യസ് മൈൻഡിൽ അതിൻ്റെ
കാര്യം പ്രിൻ്റ് പതിഞ്ഞിരുന്നു, ആ തത്ത കാക്ക എന്നൊക്കെ ഉള്ള കാര്യം, അല്ലെങ്കിൽ ആ എഴുതിയിരിക്കുന്ന കാര്യം. പക്ഷേ അത് ഹസ്നത്തിൻ്റെ കോൺഷ്യസ് മൈൻഡിന് അറിയില്ല. അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും കോൺഷ്യസ് മൈൻഡ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വർഷമായിട്ട്. അപ്പോൾ ഹീൽ ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഹീൽ ചെയ്തപ്പോൾ നമ്മൾ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യത്തെ, ഓൾറെഡി തൻ്റെ ഉള്ളിൽ തന്നെ ഇൻസ്റ്റിലായിട്ടുള്ള കാര്യത്തെ കാണിച്ചു കൊടുത്തിട്ട് താൻ മിസ്സാവുന്നത് തൻ്റെ ഉള്ളിലുണ്ടെന്ന് കാണിച്ചു കൊടുക്കുക മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതായത് ശരിക്കും പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് ഹീലിംഗ്. അപ്പോൾ ഓൾമോസ്റ്റ് 5 മിനിറ്റ് ഞാൻ സമയമെടുത്തു. ഇനിയും മുമ്പോട്ട് നിങ്ങൾ ആ ഓഡിയോ കേട്ടോളൂ, കേൾക്കണം. താങ്ക് യു സോ മച്ച്. ആൻഡ് അതിൻ്റെ എന്തെങ്കിലും റിവ്യൂ ഉണ്ടെങ്കിൽ, സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് സ്വീകാര്യമാണ്. താങ്ക് യു സോ മച്ച്. ഓൾവേസ് സ്റ്റേ ബ്ലെസ്ഡ്. ഹായ് ഓൾ, എൻ്റെ പേര് ഹസ്നത്ത്. ഞാൻ നിഷ മാമിൻ്റെ ഒരുപാട് ഹീലിങ്സും ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ വലിയൊരു അവസരമാണ്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് പങ്കിടുക എന്നുള്ളത് എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം കൂടിയാണത്. ഞാൻ മാമിൻ്റെ അടുത്തുനിന്ന് ഫസ്റ്റ് മാമിൻ്റെ ഒരു ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്തത്, ഒരു ഹീലിംഗ് സെഷനാണ് അറ്റൻഡ് ചെയ്തത്. അതിന് മുൻപ് ഞാൻ വേറെ ഒരു മാമിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, 1-2 മാമിൻ്റെ ഒക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ക്ലാസ്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മാമിൻ്റെ ക്ലാസ്സിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എന്താ പറയുക, നമ്മൾ സോൾ കണക്ഷൻ എന്നൊക്കെ പറയില്ലേ, നമ്മൾ ടിൻ ഫ്ലെയിമിൻ്റെ കാര്യത്തിൽ പറയില്ലേ, നമ്മൾ സ്വന്തം വീട്ടിലെത്തിയ പോലെ, അല്ലെങ്കിൽ ഒരു അമ്മയുടെ അടുത്ത്, നമ്മുടെ സ്വന്തം അമ്മയുടെ അടുത്ത് എത്തിയ പോലെ, അങ്ങനെ എന്തോ ഒരു ഭയങ്കര ഒരു എത്തേണ്ട സ്ഥലത്തെത്തിയ പോലെ ഒരു വല്ലാത്തൊരു ഫീല് എനിക്ക് മാമിൻ്റെ ക്ലാസ്സിൽ വന്നപ്പോൾ എനിക്ക് ഫസ്റ്റേ അനുഭവപ്പെട്ടു. അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞു. ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ നല്ല ക്ലാസ്സായിരുന്നു. മാമിൻ്റെ ക്ലാസ്സിനൊരു പ്രത്യേക നമ്മൾ മറ്റേ ഈ കമ്മ്യൂണിറ്റിയിലൊക്കെ ഹീലിംഗ് സെഷൻ 2 ദിവസം 5 ദിവസം എന്ന് കാണുമ്പോൾ നമ്മൾ ഹീലിംഗ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ കണക്കാക്കും. പക്ഷേ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അതറിയാൻ കഴിയുള്ളൂ അത് എത്രത്തോളം നമുക്ക് ഉപകാരം ഉണ്ടാവും എന്നുള്ളത്. കാരണം അത്രക്കും നമ്മളത് വരുന്ന തെറ്റുകൾ, ഹീലിങ്സിൽ വരുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്നും നമ്മുടെ ഹീലിങ്സിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവും. പുതിയ മെത്തേഡുകൾ നമുക്ക് പെട്ടെന്ന് ഹീലാവാനുള്ള, നമ്മുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള അതൊക്കെ മാം പറഞ്ഞു തരുന്നുണ്ട്. അതിനൊക്കെ അപ്പുറം മാം ലൈവായിട്ട് ക്ലാസ്സിൽ ഹീലിംഗ് സെഷൻ ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട്. അതൊക്കെ ശരിക്കും അതൊന്ന് അനുഭവിക്കാൻ തന്നെ വേണം. നമ്മളൊന്നും എത്ര ഹീലിംഗ് ചെയ്താലും ആ ഒരു മാമിൻ്റെ കൂടെ ആ ഒരു എനർജിയിൽ, ആ ഒരു പവറിലിരുന്ന് ചെയ്യുമ്പോൾ ശരിക്കും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ തന്നെ ആ ഒരു ക്ലാസ്സിന് ഉണ്ടാവാറുണ്ട്. എനിക്ക് ശരിക്കും ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ മാമിൻ്റെ അടുത്തുനിന്ന് ഒരു കൗൺസിലിംഗ് സെഷനാണ് എടുത്തത്, ടിൻ ഫ്ലെയിമിൻ്റെ. അപ്പോൾ അതെടുത്തപ്പോൾ എനിക്ക് ഒരുപാട്, നമ്മൾ ഇടയ്ക്കൊന്നും അങ്ങനെ എടുക്കുന്നത് നമ്മളെ ജേണിയിൽ നല്ലതാണ്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും, എന്ത് ചെയ്യണം, പല കാര്യത്തിലും ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ളൊരു ജേണിയാണല്ലോ. അപ്പോൾ ആ കൺഫ്യൂഷൻസ് നമുക്ക് മാമിനോട് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ, എന്താ വേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങൾ മാമിനോട് ചോദിക്കാനും നമുക്ക് ആ ജേണി ഒന്നും കൂടി കുറച്ച് എളുപ്പമാക്കാനും ആ ഒരു സെഷൻ എന്നെ ഒരുപാട് സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മാമിൻ്റെ അടുത്ത് നിന്ന് എടുത്തത്, എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ്. എത്ര വേണമെങ്കിലും സംസാരിക്കും, എന്തിനെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ എന്നെ കൊണ്ട് കഴിയും. പക്ഷേ ഇംഗ്ലീഷ്, മലയാളം ഈ 2 ഭാഷകൾ എനിക്ക് എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, പേടിയാണ് എഴുതാൻ. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എങ്ങനെ പഠിക്കാൻ ശ്രമിച്ചാലും എങ്ങനെയൊക്കെ നോക്കിയാലും അതെന്നെ വിട്ട് പോണില്ല. അപ്പോൾ അതെൻ്റെ കുട്ടികളെ ബാധിക്കുക, അത് ഭയങ്കര ടെൻഷനായിട്ട് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാമിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ക്ലാസ്സല്ല, മാമിൻ്റെ അടുത്ത് നിന്നൊരു ഹീലിംഗ് സെഷന് എടുത്തു. അങ്ങനെ ഹീലിംഗ് സെഷനിൽ ഭയങ്കര അതിലൊരു കറക്റ്റ് ഒരു മെഡിറ്റേഷനും ഒക്കെ ആയിട്ട് നമ്മുടെ
ഇനി പാസ്റ്റ് ലൈഫിലാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണെങ്കിലും മാം അത് കണ്ടുപിടിച്ചിരിക്കും. മാമിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര ഉറപ്പുണ്ട്. അങ്ങനെ ഞാൻ ആ ഹീലിംഗ് സെഷൻ എടുത്ത സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്കൊരു ആ ഇൻസിഡൻറ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ഞാൻ ഫസ്റ്റ് ഡേ 1ാം ക്ലാസ്സിക്ക് നമ്മൾ ഫസ്റ്റ് സ്കൂളിൽ പോകുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ എന്നെ നമ്മൾ ഡിവിഷന് A-B എന്നുണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യം ഞാൻ ഇരുന്നത് A ക്ലാസ്സിലായിരുന്നു. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു ഈ ക്ലാസ്സിലല്ല B ക്ലാസ്സിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ടീച്ചറെ പറഞ്ഞിട്ട് അപ്പോൾ എന്നെ എന്നിട്ട് B ക്ലാസ്സിലേക്ക് ആക്കി. അപ്പോൾ ഈ നമ്മൾ ഫസ്റ്റ് ഡേ ആണല്ലോ, അപ്പോൾ ക്ലാസ്സിൽ ഭയങ്കര ആകാംക്ഷയോട് കൂടി ഇരിക്കുകയാണ്, എന്താണ് ക്ലാസ്സിൽ നടക്കുന്നത്, എന്താ ടീച്ചർ, അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇഷ്ടമുള്ള ദിവസമല്ലായിരുന്നു ആ ഒരു ദിവസം. അപ്പോൾ മാം അന്ന് ബോർഡിൽ എന്തോ തറ അങ്ങനെയൊക്കെ എഴുതുക, അങ്ങനെ എന്തോ അക്ഷരങ്ങൾ മലയാളത്തിലുള്ള അക്ഷരങ്ങൾ എഴുതി തുടങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് ഈ കുട്ടി ക്ലാസ്സിലല്ല എന്ന് പറഞ്ഞിട്ട് ആ ക്ലാസ്സിൽ നിന്ന് മാറ്റിയത്. അങ്ങനെ അപ്പോൾ ഇത് ആ കുട്ടിയുടെ മനസ്സിൽ ഫസ്റ്റ് ഡേ ആണല്ലോ, ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലത് ഭയങ്കരമായിട്ട് വേദന അയക്കണം. അങ്ങനെ മറ്റേ ക്ലാസ് ചെന്നിട്ട് അപ്പോൾ ഈ മാം മെഡിറ്റേഷനിൽ ചോദിക്കുന്നുണ്ട്, മറ്റേ ക്ലാസ് ചെന്നിട്ട് ബോർഡിലേക്ക് നോക്കി നോക്കുമ്പോൾ ബ്ലാങ്കാ, അതിലൊന്നുമില്ല. കുട്ടിയുടെ മനസ്സ് കിടക്കുന്നത് A ക്ലാസ്സിലാണ്, A ക്ലാസ്സിൽ നിന്ന് B ക്ലാസ്സിലേക്ക് മാറ്റിയത്. അങ്ങനെ മാം അവിടെ കുറച്ച് മറ്റേ B ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ ഈ എങ്ങനെ നോക്കിയാലും കുട്ടിക്ക് ആ ക്ലാസ്സിലേക്ക് തന്നെ പോകണം. ആ മെഡിറ്റേഷൻ്റെ ഒരു രൂപം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കുട്ടിയായി മാറും. അങ്ങനെ ആ ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് മാം ആ ബോർഡിലേക്ക് നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ ആ ക്ലാസ്സിൽ നിന്ന് എൻ്റെ വിഷമം പിന്നെ അവിടെ എന്താണോ എഴുതിയത് അത് ഞാൻ കണ്ടില്ല, അതെനിക്ക് കാണണം, പഠിക്കണം എന്നുള്ളൊരിതാണ്. അങ്ങനെ ഞാൻ ഒരിക്കലും കാണാത്തൊരു കാര്യം. പിന്നെ ഞാൻ ആ ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല, പിന്നെ ആ ക്ലാസ്സിൽ എഴുതിയത് കണ്ടിട്ടില്ല, മറ്റേ ക്ലാസ്സിൽ തന്നെ ആയിരുന്നു. പക്ഷേ എനിക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ് മാമിൻ്റെ ആ ഒരു മെഡിറ്റേഷനിലൂടെ എനിക്ക്. പിന്നെ ഞാൻ ആ ബോർഡിൽ നോക്കിയിട്ട് വായിച്ചു കൊടുത്തു ബാക്കി എന്തൊക്കെ ഉണ്ട്. അവിടെ ഒരു തത്തയുടെ ചിത്രം വരച്ചിട്ടുണ്ട്, ഒരു കാക്കയുടെ ചിത്രം വരച്ചിട്ടുണ്ട് എന്നൊക്കെ മാമിന് ഞാൻ പറഞ്ഞു കൊടുത്തു. അത് എനിക്കെൻ്റെ മൈൻഡിൽ തെളിഞ്ഞു വന്നു. അങ്ങനെ അത്രക്കും അതൊരു ഭയങ്കര അത്ഭുതപ്പെടുത്തിയ ഒരു ഇതായിരുന്നു. കാരണം ഞാൻ കണ്ടിട്ടില്ല, കാണാത്ത സംഭവം എനിക്ക് കാണാൻ പറ്റി. അങ്ങനെ പക്ഷെ ആ ഒരു മെഡിറ്റേഷൻ്റെ അതിന് ശേഷം മാം പറഞ്ഞത് ഇനി എഴുതാൻ ശ്രമിക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. അപ്പോൾ ആ സമയത്ത് എനിക്ക് ചെറിയ മടി ഒക്കെ, എഴുതുമ്പോൾ കൈ കുഴയുക, ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പം അടുത്ത് ഞാൻ മാമിൻ്റെ ഒരു 5 ഡേയ്സിലുള്ള ഒരു ഹീലിംഗ് സെഷൻ എടുത്തിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് എഴുതാനുണ്ടായിരുന്നു, നമ്മുടെ പ്രോബ്ലംസ്. അതിന് ശേഷം മാം പറഞ്ഞത് ഇനി എഴുതാൻ ശ്രമിക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. അപ്പോൾ ആ സമയത്ത് എനിക്ക് ചെറിയ മടി ഒക്കെ, എഴുതുമ്പോൾ കൈ കുഴയുക, ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പം അടുത്ത് ഞാൻ മാമിൻ്റെ ഒരു 5 ഡേയ്സിലുള്ള ഒരു ഹീലിംഗ് സെഷൻ എടുത്തിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് എഴുതാനുണ്ടായിരുന്നു, നമ്മുടെ പ്രോബ്ലംസ്. പക്ഷേ ആ സമയത്താണ് അതിൻ്റെ എഫക്റ്റ്, ആ ഹീലിങ്ങിൻ്റെ എഫക്റ്റ് ഞാൻ മനസ്സിലാക്കിയത്. അത്ര എനിക്കിഷ്ടം, എത്ര എഴുതിയാലും പൂതി തീരാത്ത ഭയങ്കര ഇഷ്ടത്തോടു കൂടി ഞാൻ എഴുതുന്നു. അതിൻ്റെ ആ ഒരു എഫക്റ്റ് മനസ്സിലായത് അപ്പോഴാണ്. അത് ഒരു കാര്യം. അതിൻ്റെ ഇടയിൽ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് സന്തോഷത്തോടു കൂടി പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ വീഡിയോ ഒരുപാട് വലുതായി പോകുമെന്ന് തോന്നിപ്പോയി. പിന്നെ ഞാനെടുത്തത് എനിക്ക് ജോലിക്ക് പോകേണ്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ജേണിയിൽ മണി പ്രോബ്ലംസ് വരുമല്ലോ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പ് അതാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ നോക്കിയിട്ടും ജോലിക്ക് പോകാൻ കഴിയണില്ല. അതാണ് മാം രണ്ടാമതായിട്ട് നോക്കിയത്. അപ്പോൾ അങ്ങനെ കുറേ എന്തൊക്കെ പ്രശ്നം ഞാൻ അപ്പോൾ മാമിൻ്റെ മുന്നിലിരിക്കുമ്പോൾ ഇതായിരിക്കാം, ചിലപ്പോൾ ഇതായിരിക്കാം, അത് ഹീലായിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഒരു മൈൻഡിലാണ് ഇരിക്കുന്നത്. പക്ഷേ മാം പോയിട്ട് അതിൻ്റെ കറക്റ്റ് ഇതിലേക്ക് എത്തി നോക്കുമ്പോൾ കുട്ടിക്കാലത്ത് വന്ന ഒരു ചെറിയൊരു ട്രോമ, അതൊക്കെ ഞാൻ എത്രയും പ്രാവശ്യം ഹീല് ചെയ്തൊരു കാര്യമായിരുന്നു അതൊക്കെ. പക്ഷേ മാം അതിൻ്റെ അടിത്തട്ടിലോട്ട് പോയപ്പോൾ കണ്ടെത്തിയത് ശരിക്കും എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു ട്രോമ, അതും ഇതേപോലെ ചെറിയൊരു ക്ലാസ്സിൽ നിന്നുണ്ടായ ചെറിയൊരു 1ാം ക്ലാസ്സിൽ നിന്നൊക്കെ ഉണ്ടായ ഒരു ബാഡായിട്ടുള്ള ഒരു
ഒരു ഇൻസിഡൻറ്റ്, നമുക്കതൊക്കെ ആവശ്യമാണല്ലോ. ടിൻ ഫ്ലെയിംസ് അല്ലേ, എന്തായാലും ചെറുപ്പം മുതലേ നമുക്ക് അടി കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം ഉണ്ടായ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ആ സംഭവം ഹീല് ചെയ്തപ്പോൾ, ആ ഹീലിംഗ് സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ എണീക്കുന്നത് ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടൊരു കുട്ടിയായിട്ടാണ് എണീക്കുന്നത്. എന്താ പറയുക, ഇപ്പോൾ എനിക്ക് ഏകദേശം 36 വയസ്സായി. ഈ 36 വയസ്സുള്ള ഞാൻ അവിടെ ആ ഒരു ഇൻസിഡൻറ്റോട് കൂടി എൻ്റെ കുട്ടിക്കാലം എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് അവിടെ അവസാനിച്ചിരിക്കുന്നു. അത് ആ കുട്ടി പിന്നെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിരിക്കുക. ഇപ്പം മഴയല്ലേ, അപ്പം മഴയത്ത് കളിക്കുക, എന്താ പറയുക, ഇൻസ്ട്രുമെൻറ്റ് ബോക്സൊക്കെ ഇങ്ങനെ ഭയങ്കര എന്താണ് ഇഷ്ടം. എനിക്ക് 2 മക്കളുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് അവർ ഭയങ്കര അത്ഭുതത്തോടു കൂടി നോക്കുക. ഞാൻ അതൊക്കെ സ്മെല്ല് ചെയ്ത് നോക്കുക. നമ്മൾ ആ ഒരു സ്കൂൾ സമയത്ത് ആ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൻ്റെ ആ ഒരു സ്മെല്ലും, അതുപോലെ പാടത്ത് കളിക്കണം അല്ലെങ്കിൽ ചെടിയിൽ കളിക്കണം, പഴയ ആഗ്രഹങ്ങളൊക്കെ പൊന്തി വന്ന് നിൽക്കുക. നമ്മൾ ആ ഒരു അതൊക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ്, അതൊക്കെ ഇപ്പോഴും ആ സമയത്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹീലിംഗ് കഴിഞ്ഞ് 1-2 ദിവസം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴും എനിക്ക് എൻ്റെ ആ കുട്ടി ഉള്ളിലിരുന്നിട്ട് ആ ഒരു കുട്ടിക്കാലം ആഘോഷിക്കുന്നത് എനിക്ക് ചില സമയങ്ങളിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ മാമിൻ്റെ ഹീലിങ്സിൻ്റെ ഒരു ഭയങ്കര എന്താ പറയുക, അതൊരു പവറാണ്. ഒരു ഡിവൈൻ മാമിൻ്റെ കൂടെ ഉണ്ടെന്ന്, എന്താ പറയുക, ഡിവൈൻ്റെ അത്രയും ഒരു പവർ. ഞാൻ ആ ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ മാമിനോട് ചോദിച്ചു, മാമിൻ്റെ കാലൊന്ന് ഞാൻ പിടിച്ചോട്ടെ, എനിക്ക് എൻ്റെ മുമ്പിൽ ദൈവം നിൽക്കണ പോലത്തെ ഒരു ഫീലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ എന്താ നിങ്ങളോട് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ജേണിയിലാണ്. അപ്പോൾ ഇതുപോലത്തെ സെഷനുകൾ നമുക്ക് ഇപ്പോൾ കുറേ മാമിൻ്റെ സെഷനൊക്കെ അവൈലബിളാണ്. നമ്മൾ എത്ര ഹീൽ ചെയ്താലും എന്താ പറയുക, നമ്മളതൊക്കെ ഒക്കെ കഴിഞ്ഞു നമ്മളെപ്പോഴും നമ്മൾ ജേണിയുടെ ലാസ്റ്റ് എത്തിക്കണം എന്നൊക്കെ നമുക്ക് തോന്നും. ഓരോ വീഡിയോസ് കേൾക്കുമ്പോഴും നമുക്ക് തോന്നും നമ്മൾ ലാസ്റ്റാണ്, ഒക്കെ കഴിഞ്ഞു, ഒക്കെ ഹീലായിക്കണം. പക്ഷേ കറക്റ്റ് ഇതുപോലെ ഇത്രയും ഡിവൈൻ്റെ ആ ഒരു സാന്നിധ്യമുള്ള, അല്ലെങ്കിൽ എന്താ എനിക്ക് പറയേണ്ട അറിയില്ല, ഇതുപോലത്തെ മാമ്മാരുടെ അടുത്ത് എത്തുമ്പോൾ, മാമിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഈ മാമിൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ മുമ്പ് വേറെ സെഷൻസൊക്കെ ഞാൻ വേറെ ആളുകളുടെ അടുത്ത് നിർത്തിയിരുന്നു. അതൊക്കെ നല്ലത് തന്നെയായിരുന്നു, പക്ഷേ ഇതിനൊരു പ്രത്യേകത കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഈ മാമിൻ്റെ അടുത്ത് നിന്ന് എടുത്തപ്പോൾ എനിക്കത് അത്രയും മനസ്സിലായി. നമുക്കത് എന്താ പറയുക, എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. നമ്മുടെ ഇഷ്യൂസ് അത് അത്രയും ഡീപ്പായിട്ട് മാം കണ്ടെത്തി തരും ചെയ്യും. പെട്ടെന്ന് നമുക്ക് ഈ ജേർണീനെ കുറേ കൺഫ്യൂഷൻസ് മാറ്റാനും പെട്ടെന്ന് കഴിയുന്നില്ല, പക്ഷേ നമുക്കൊന്നും കൂടി എളുപ്പമായി കിട്ടും. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, എനിക്ക് ഈ ചാനലിലപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാമിനോട് പറഞ്ഞപ്പോൾ മാം പറഞ്ഞതാണ് എന്നോട്, എങ്കിൽ ഹസ്നത്ത് ഒരു കാര്യം ചെയ്യും, ഒരു വീഡിയോ ചെയ്യും, നമ്മളെ ചാനലിലുള്ള ആളുകൾക്ക് കേൾക്കുമ്പോൾ അവർക്ക് ഒരു ഉപകാരമാവട്ടെ. കേൾക്കുന്ന ആർക്കെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ആളുകളും കൺഫ്യൂഷൻസൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ, അവർക്ക് ഒരു ഉപകാരമാവട്ടെ. ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവുകയാണെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവുകയാണെങ്കിൽ ആവട്ടെ, ഒരു വീഡിയോ ചെയ്തിട്ടോളൂ എന്ന് പറഞ്ഞതാണ്. പക്ഷേ ശരിക്കും എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ്. കാരണം അത്രയും മാമിൻ്റെ ചാനൽ എന്ന് പറയുന്നത് അത്രയും ഒരു അനുഗ്രഹീതമായ ഒരു ഇതാണ്. നമ്മൾ ഒരുപാട് പേർക്കുള്ള ഗൈഡൻസും ഒക്കെ ഉള്ള, അതിൽ എൻ്റെ വോയിസിൽ എന്താ പറയുക, ഒരു വീഡിയോ, അതെനിക്ക് യൂണിവേഴ്സ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. അതിൽ കൂടെ എൻ്റെ ജേണിയുടെ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലേക്ക് ഞാൻ കടക്കുന്ന ഒരു ടൈമും കൂടിയാണ്. സോൾ പർപ്പസ്, ലൈഫ് പർപ്പസ്, അതിൻ്റെയൊക്കെ മാമിൻ്റെ കൂടെ ഉണ്ട്. എന്താ പറയുക, അത്രയ്ക്കും ചില സമയത്ത് ചീത്തകൾക്ക് വരെ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ പേടിച്ച് നിന്നിട്ട്. പക്ഷേ അത്രക്കും മാമിൻ്റെ കൂടെ ഉണ്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജേണി ഡിവൈൻ എളുപ്പമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇതുപോലൊരവസരം തന്ന, ഒരു അനുഗ്രഹം തന്ന യൂണിവേഴ്സിനോടും മാമിനോടും
ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു മാം. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു ഡിവൈൻ.